നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് ചിന്മയ കോളേജ് മുതൽ മാട്ടുമന്ത വരെ നടപ്പാതയും സൈക്കിൾ ട്രാക്കും പണിതതിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. പലയിടത്തും സൈക്കിൾ ട്രാക്കും നടപ്പാതയും പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട്. വേണ്ടത്ര രീതിയിൽ പണിയാത്തത് കൊണ്ടാണ് അത് കേടുവന്നത് എന്ന് പറയുന്നു. പലയിടത്തും പൂർണ്ണമായും വർക്ക് നടന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായാണ് പലാൽ ജംഗ്ഷനിലുള്ള സിഗ്നലിൻ്റെ അവിടെയുള്ള സൈക്കിൾ ട്രാക്കിൻ്റെയും നടപ്പാതയുടെയും ഭാഗം നമ്മൾ കാണുന്നത്. ഇവിടെ വാട്ടർ അതോറിറ്റി തുടങ്ങിയ പൈപ്പുകൾ കിടക്കുന്നുണ്ട്. മാത്രമല്ല സ്ലാബുകൾ പൊട്ടിപ്പൊളിഞ്ഞ് എലിശല്യവും ഇവിടെ രൂക്ഷമാണ്. കാലത്തും വൈകിട്ടും നടക്കാൻ പോകുന്നവർ ഈ നടപ്പാത ശരിയാവാത്തത് കൊണ്ട് പ്രധാന റോഡിലേക്ക് കടക്കണം. അവിടെ അപകടം ഉറപ്പാണ്. മാത്രമല്ല ഈ കാണുന്നത് എലിയുടെ മാളമാണ്. എലികളും ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഭക്ഷണ വിതരണം നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ മതിലിനോട് ചേർന്നും ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് എലികൾ പോകുന്നുണ്ട്. ആരോഗ്യവകുപ്പ് അതുകൂടി ശ്രദ്ധിക്കണം എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ാനുള്ള പാതയിൽ വളരെയധികം തടസ്സങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പോകുന്ന ആ വഴിയിൽ ചാലിൻ്റെ മുകളിൽ കൂടെ മണ്ണെല്ലാം ഇടതൂർന്നും അതിലെ ഭിത്തികളൊക്കെ പൊളിഞ്ഞും നടപ്പാത പൊളിഞ്ഞും നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അത് കാരണം പലരും റോഡിലേക്ക് ഇറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെയധികം അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനിയും ധാരാളം അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഉടൻ തന്നെ നഗരസഭയും കേരള വാട്ടർ അതോറിറ്റിയും PWDയും ഒത്തുചേർന്ന് ഉടനടി ആ നടപ്പാത ആ ഭാഗം പലാൽ ജംഗ്ഷൻ്റെ ഭാഗം നേരാക്കണമെന്ന് 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ്ബ് അധികൃതരോട് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.